Hi friends, welcome to Garam Masala, the magic spices of cooking. വാനില പന്നാക്കോട്ട. ഇന്ന് നമുക്ക് വാനില പന്നാക്കോട്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ലൊരു ഡെസേർട്ടാണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ജെലാറ്റിനെ കുതിർത്തിയെടുക്കണം. 10 ഗ്രാം ജെലാറ്റിനെ നമുക്കൊരു ഗ്ലാസ് ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് ക്രീം എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാൽ തിളച്ചു വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം. ഇനി ഇതിനെ കവർ ചെയ്തതിന് ശേഷം 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെനില പന്നാക്കോട്ട സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കിവിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് വനില പന്നാക്കോട്ട തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.